നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികൾ ജയിച്ചു വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. യുവാക്കൾക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടാവും മൂപ്പര് ജയിച്ചു വന്നാൽ. മൂപ്പരെ പോലുള്ള സ്ഥാനാർത്ഥികളാണ് ജയിക്കേണ്ടത്. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് തൃത്താല പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. തൃത്താല പഞ്ചായത്തിലെ ഈ 9-ാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? സ്ഥാനാർത്ഥിനിപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നാട്ടുകാർക്ക് എല്ലാവരും അറിയുന്ന നമ്മൾ ഹുസൈൻക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഹുസൈൻഖാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ യുവാക്കൾക്ക് വളരെ കാര്യമാണ്. ഞങ്ങൾക്ക് കളിസ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാം, ഈ കാണുന്ന കളിസ്ഥലം ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ജയിച്ചു വരിക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. യുവാക്കൾക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടാവും മൂപ്പര് ജയിച്ചു വന്നാൽ. മൂപ്പരെ പോലുള്ള സ്ഥാനാർത്ഥികളാണ് ജയിക്കേണ്ടത്. അത് ജനങ്ങളെല്ലാവരും തീരുമാനിക്കുന്നത്. ഇലക്ഷനൊക്കെ അടുത്തല്ലോ, അപ്പൊ ഈ 9-ാം വാർഡിൽ ആര് ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ? 9-ാം വാർഡിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതല്ല. ഞങ്ങളിവിടെ പ്രദേശത്ത് ഈ കരിമ്പനക്കടവ് എന്ന പ്രദേശത്ത് താമസമാക്കിയിട്ട് ഏകദേശം 30 വർഷത്തോളം അധികമായി. വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ബിവറേജ് ഔട്ട്ലെറ്റ് വന്നതും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ മാന്യമായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ കാലമായി ഇതിനു വേണ്ടി ഞങ്ങൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. നമ്മളെ ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇതിനെതിരെ ഒരു ചർച്ചയും ആക്കുന്നില്ല, ഇതിനെതിരെ പ്രതികരിക്കുന്നുമില്ല. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഞങ്ങൾ പിന്തുണക്കും. അപ്പോൾ ഒരർത്ഥത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ 9-ാം വാർഡിൽ ഹുസൈൻ തട്ടത്താഴത്ത് മത്സരിക്കുന്ന ഈ മത്സരാർത്ഥിയെ ഞങ്ങൾ പിന്തുണക്കാൻ തീരുമാനിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബിവറേജാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ വാർഡിലാണ് അതുള്ളത്. പക്ഷേ ഈ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഒരു വിഷയമായിട്ട് എടുക്കില്ല. ഇടതും വലതും ഒക്കെ അതിൻ്റെ പങ്ക് പറ്റുന്ന ആളുകളായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ അത് ഈ രണ്ട് പാർട്ടികളും അല്ലാത്ത പുതിയൊരു ആള് അല്ലെങ്കിൽ ഒരു പുതിയ പ്രസ്ഥാനം ഇവിടെ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് ജില്ലാ മദ്യവർജന സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഹുസൈൻ തട്ടത്താഴത്ത് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത്. പ്രധാനമായിട്ട് തന്നെയാണ് പഞ്ചായത്തിൻ്റെ മറ്റു വിഷയങ്ങൾക്ക് ഓരോ നിലക്കും കൈകാര്യം ചെയ്യാൻ പല ആളുകളും രംഗത്ത് വന്നേക്കും. ഈ വിഷയം ഇവിടെ ജനങ്ങൾക്ക് വലിയ പൊറുതിമുട്ടുണ്ട്, പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ നാട്ടുകാരൊന്നല്ല ഇവിടെ വന്നിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലൊരു ഒപ്പത്തോ മറ്റുള്ള ഒരു സാധനമാണ് ഇവിടെ കൊടുന്ന് പിറ്റിയതുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇവിടെ പുഴയിൽ ആത്മഹത്യയും കള്ളു കുടിച്ചിട്ട് പോയിട്ട് മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ മദ്യം ഇഷ്ടംമാതിരി കുടിച്ച് അവരെങ്ങനെ ആഹ്ലാദിപ്പിച്ച് അതേപോലെ അവരിൽ നിന്ന് വോട്ട് ശേഖരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ. അവരാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഹുസൈൻ ജയിച്ചാൽ ഒരു പക്ഷേ നമുക്കതിന് ഒരു പരിധി വരെ ഇവിടെ പരിഹാരം ഉണ്ടാവുമെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഞങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അയാളെ പിന്തുണക്കുന്നു. അത്രേ ഉള്ളൂ. ഈ വാർഡിൽ ആള് ജയിക്കുന്നതാണോ തോന്നുന്നത്? പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ശതമാനം വോട്ട് ഇതിൻ്റെ പേരിൽ മാത്രം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നന്മ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് അടുത്തു. ഈ തൃത്താല പഞ്ചായത്തിലെ 9-ാം വാർഡിലെ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഏതുവരെയായി? ഇപ്പോൾ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ചൂടിലും അതിൻ്റെ തിരക്കിലുമാണ്. പക്ഷേ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്യം എന്ന ആ വിഷത്തെ എങ്ങനെ ഈ ഭൂമുഖത്ത് നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഈ ഭൂമുഖത്ത് നിന്ന് എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ള ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മദ്യത്തെക്കുറിച്ച് നമുക്കറിയാം, ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് മദ്യം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളും
സ്വന്തം ഭാര്യ നഷ്ടപ്പെടുന്നവർ, അച്ഛൻ നഷ്ടപ്പെടുന്നവർ, മക്കൾ നഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. ഈ മദ്യം കഴിച്ച് ലക്ക് കെട്ട്, അല്ല മദ്യം മാത്രമല്ല ലഹരി വസ്തുക്കൾ കഴിച്ച് കുടുംബം നശിക്കുന്നവർ, ലക്കിട്ട് ഭാര്യ, കുടുംബം, മക്കളൊക്കെ നഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. ആ ഒരു ഇതിനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സ്ഥാനാർത്ഥി ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഭൂമുഖത്ത് നിന്ന് നമ്മുടെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരാൾ വരുമ്പോട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം അദ്ദേഹം തന്നെ ജയിച്ചു പോകുമെന്നാണ് കേട്ടത്. നമ്മുടെ ഈ ഗ്രൗണ്ട്, അതായത് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ഹുസൈനിക്കാണ്. സ്പോർട്സ് പരമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഹുസൈനിക്ക. എന്താ വെച്ചാൽ ഇതിന് മുന്നേ വോളിബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, നമുക്ക് അന്നും ഗ്രൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് പോയൊരവസ്ഥയിൽ നമുക്ക് പിന്നെ ഇപ്രാവശ്യം ഗ്രൗണ്ട് തന്നിട്ട് നമ്മൾ സഹായിച്ചിട്ടുള്ളതാണ്. സ്പോർട്സിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മൂപ്പര്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃത്താല പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? 9ാം വാർഡിൽ ഹുസൈൻ തട്ടത്തായത്താണ് മത്സരിക്കുന്നത്. ഹുസൈൻ തട്ടത്തായത്ത് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മൂപ്പര് വികസിച്ച് നമുക്ക് കളിക്കാനായിട്ട് കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ടും ബാക്കിയുള്ള ലെവലിലും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഒഴിഞ്ഞു തന്ന ഗ്രൗണ്ടാണിത്. അങ്ങനെയുള്ള എല്ലാ ഉപകാരങ്ങളും, അതായത് ചാരിറ്റി ആണെങ്കിലും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളാണ് എല്ലാത്തിനും മുമ്പിൽ വന്ന് നിന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്ന ഒരു വ്യക്തിത്വമാണ് ഹുസൈൻക്ക. അപ്പോൾ 9ാം വാർഡ് എന്നല്ല, ഞാങ്ങാറ്റിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും മൂപ്പര് വിജയിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല പഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം നല്ലൊരു സാമൂഹിക പ്രവർത്തകനും അതുപോലെ തന്നെ മദ്യവിരുദ്ധ സമിതിയുടെ നായകനുമായിട്ട് നമുക്ക് ഒരുപാട് കാലത്തുള്ള പരിചയമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്ക് വേണ്ടി ഒരുപാട് മൂവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളും നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നതാണ്. പിന്നെ തൃത്താല പഞ്ചായത്തിൽ കളിക്കുന്നതിന് വേണ്ടി എല്ലാ പ്ലെയേഴ്സും വന്നു ചേരുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. പിന്നെ പഞ്ചായത്ത് മേള അടക്കം നടന്നത് ഈ ഗ്രൗണ്ടിലാണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തത് ഇവിടുത്തെ പ്ലെയേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കളിയെ സ്നേഹിക്കുന്ന വ്യക്തികൾ, അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികൾ ജയിച്ചു വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ചിടപ്പ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ്. തൃത്താല പഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അയാള് നല്ല സാമൂഹിക പ്രവർത്തകനും നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഗ്രൗണ്ട്, സ്പോർട്സിന് പരമായിട്ടുള്ള കാര്യങ്ങൾ, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, എഴുത്ത്, പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ സഹപാഠി കൂടിയാണ് ആള്. നല്ലൊരു വ്യക്തിയാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് നാടിന് ആവശ്യം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താല പഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? പുള്ളിയെ പറ്റിയിട്ട് നമുക്ക് ഇതിനു മുമ്പ് അറിയാം. പുള്ളി ഇതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ലഹരി വിദ്യക്കെതിരെയൊക്കെ ആയിട്ട് നന്നായിട്ട് എല്ലാ കാര്യത്തിലും പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പ്രൊമോട്ടുള്ള ആളാണ്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ട് നന്നായിട്ട് ഇപ്പോൾ ഈ ഗ്രൗണ്ട് തന്നെ ഉദാഹരണത്തിന് നമുക്ക് വിട്ടെന്നൊക്കെ മനസ്സിലാണ്. അപ്പോൾ നമുക്കതിൽ തൃത്താനെ സംബന്ധിച്ച് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് വളരെ അനിവാര്യമാണ്. കാരണം ഇവിടെ നിന്നൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ, ഇതുപോലെ ലീഗുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനൊക്കെ നമുക്കൊരു വലിയ ഗ്രൗണ്ട് വളരെ അനിവാര്യമാണ്. അപ്പോൾ അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു തട്ടത്താഴത്ത് പുള്ളിയുടെ അപ്പോൾ അങ്ങനത്തെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഇന്നത്തെ കാലത്ത് അത് വിട്ടുതെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇനിയും പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടും പുള്ളിനെ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ടും അതിൻ്റെ പ്രവർത്തന സംബന്ധമായിട്ടുള്ള നവീകരണത്തിന് വേണ്ടിയിട്ടും പുള്ളിയുടെ ഭാഗത്തുനിന്ന് 101% എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ആ ഒരു സംബന്ധിച്ച് നമ്മൾ ഇപ്രാവശ്യത്തെ വോട്ട് എല്ലാവരും നമ്മളിത് ഗ്രൂപ്പിന് മുന്നേ വന്നപ്പോൾ തന്നെ ഒരാളും വീഴും നോക്കാതെ പുള്ളിക്ക് വേണ്ടി എല്ലാം അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷന് പുള്ളി നമ്മൾ എല്ലാ വോട്ടും പുള്ളിക്ക് കൊടുക്കുന്നുള്ളത് ഞങ്ങളുടെ ഒരു എല്ലാവരും കൂട്ടമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഹുസൈൻ തട്ടത്താഴത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ കോർട്ട് തുടങ്ങിയിട്ട് ഏകദേശം 2023 കോർട്ട് തുടങ്ങിയത്. അന്ന് മുതൽ തുടക്കം മുതലുള്ള ഒരാളാണ് ഹുസൈൻ തട്ടത്താഴത്തിന്. ഈ കോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തുടക്കത്തിൽ വളരെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളെ എത്തിക്കുന്നത്, പ്രത്യേകിച്ച് യുവാക്കളെ സ്പോർട്സ് രംഗത്ത് വളരെ നല്ല പങ്കാണ് ഹുസൈൻ തട്ടത്താഴത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.
അതുപോലെ തന്നെ ഞാങ്ങാട്ടിലും പല ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അതിന് സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് JCB വിട്ടുകൊടുത്ത് നടത്തി ആ രീതിയിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മൂപ്പരുടെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എനിക്ക് ഈ കോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്നെ ഒരുപാട് കാര്യത്തിൽ ഈ കോർട്ട് ബാഡ്മിൻ്റൺ ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, കാരണം ഞാങ്ങാട്ടിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10-15ഓളം യുവാക്കളെ ഇവിടെ എത്തിക്കാൻ ഹുസൈൻ തട്ടത്താഴത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അങ്ങനെ ഈ സ്പോർട്സ് രംഗത്ത് വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങളാണ് ഹുസൈൻ തട്ടത്താഴത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 or 8 months ഏർലിയറാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം കോർട്ടിൽ വരുമ്പോൾ ഐ തിങ്ക് നിയർലി 108 kg ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, പാഷൻ, കളിയോടുള്ള പാഷൻ, നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഗട്ട്സ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് വന്നിട്ട് 92 ഐ ബിലീവ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ്. സോ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, പാഷൻ ടുവേർഡ്സ് ഗെയിംസ്, പ്രോത്സാഹനം, ഒരു ഗ്രൗണ്ട് കുട്ടികൾ സ്വന്തമായി കൊടുത്തിട്ടുണ്ട് മുപ്പുറ നാട്ടിൽ സ്വന്തമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ എന്തൊരു ഫംഗ്ഷനും എന്തൊരു ടൂർണമെൻറ്റ് ഉണ്ടെങ്കിലും ആദ്യം കൈവെക്കുക അദ്ദേഹമായിരിക്കും സ്പോർട്സിന് വേണ്ടി, എന്തൊരു ആക്ടിവിറ്റീസ്. അത്രയും സപ്പോർട്ടീവാണ്, അത്രയും ഡെഡിക്കേഷനാണ് ടുവേർഡ്സ് ദി യങ് ജനറേഷൻ. ഒരു യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെന്നെ മുൻനിരയിൽ കൊണ്ടുവരിക, ഇതൊക്കെ മൂപ്പര് കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ഒരു തലമുറയിൽ അത്രയും ബെസ്റ്റാണ്. സോ ഓക്കെ, വിഷ് യു ആൾ ഹിം ബെസ്റ്റ് ലക്ക്. Let him win this election and come up with some good ideas for the youngsters.